ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, അടിപൊളിയായിട്ട് നമ്മൾ നമ്മുടെ മോഡൽ എക്സാമും അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മളെ അടുത്ത പരീക്ഷ, നമ്മുടെ മെയിൻ പരീക്ഷ അല്ലടാ. ഒരു കൊല്ലത്തോളമായി നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ പരീക്ഷ അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതും, അതിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ വരുന്ന ദിവസങ്ങളിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയും ചെയ്യരുത്. അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിലിരുന്നിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ സൈലത്തിൻ്റെ ഒരുപാട് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാവും, നമ്മുടെ ഈ ചാനലിലും അതുപോലെയൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരു വിജയാശംസകളും A+ ഒക്കെ എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുള്ള ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ അത് ഈ കാണുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന 10ാം ക്ലാസ്സാണ്. ഞാൻ സൈലത്തിൽ വന്നു ചേരുന്ന സമയത്ത് 8ാം ക്ലാസ്സിലിരുന്ന മക്കളാണ്. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. ആദ്യം തന്നെ ലൈക്ക് അടിച്ച് വെച്ച് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഫീഡ്ബാക്ക് ഇട്ട് വെക്കുക കേട്ടോ. കാര്യം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണാൻ വേണ്ടിയിട്ട് കൊതിയായിട്ടിരിക്കുകയാണ് സാറ്. അപ്പോൾ അതുകൊണ്ട് ഫീഡ്ബാക്ക് ഇടാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫീഡ്ബാക്ക് ഒക്കെ ഇടണം. ഞാൻ എന്താണ് നമ്മളെ ഇത് പറയാം, നമുക്ക് ഇനി പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളെ സർക്കിൾസ് ആൻഡ് ലൈറ്റ്സിൽ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറച്ച് A+ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാകാൻ മതിയാവും. കുറച്ച് A+ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാന്നുള്ള ഒരു ടൈപ്പ് ഓഫ് സാധനം. വലിയ A+ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, ഇതിൽ നിന്ന് ഒരു വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. പിന്നെ ചോദിക്കുകയാണെങ്കിൽ ഒരു പ്രൂഫ്, ചാൻസ് കുറവാണെന്നാലും പഠിച്ചു വെക്കുക പ്രൂഫ്. പിന്നെ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ്, അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഏതാണ് ക്വസ്റ്റ്യൻ നോക്കാം. എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് സാറ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഈ ചോദ്യം നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ് അല്ലേ. ഈ ചോദ്യം ഒന്ന് ചെയ്തിട്ട് ഈ ചോദ്യം ഓൾറെഡി നമ്മൾ ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ മുമ്പത്തെ ലൈവുകളിലൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തതാണ് അല്ലേ. പക്ഷേ വേണമെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാനൊരു ചോദ്യം കാണിച്ചുതരാം നിങ്ങൾക്ക്. ഇതാണ് ചോദ്യം. ഈ ചോദ്യം ഇത് നിങ്ങൾക്ക് അറിയാം എങ്കിൽ പോലും ഞാനത് എന്താണ് ഐഡിയ, എന്താ അങ്ങനെയാ ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. മുകളിലുള്ളത് മലയാളം, പിന്നെ ഇംഗ്ലീഷ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇതിലൊരു 6 കോൺസെപ്റ്റേ ഉള്ളൂ. 6 കോൺസെപ്റ്റിൽ ഒരു കോൺസെപ്റ്റാണിത്. ഈ ഒരു കോൺസെപ്റ്റിന്റെ ഈ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒരു കോഡ്, അതായത് ഒരു മനസ്സിലാക്കേണ്ട ഒരു സർക്കിളിന്റെ ഒരു കോഡ് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ, അതാ 2 കോഡ് കണ്ടോ, ഈ AB എന്ന് പറയുന്ന കോഡും CD എന്ന് പറയുന്ന ഈ കോഡും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് Pയിൽ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ, ആ Pയിൽ കൂട്ടിമുട്ടുന്ന ആ കോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്, മീൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ആ ഇക്വേഷൻ, ഓർമ്മ ഉണ്ടോടാ? വലുത് ഇൻറ്റു തള്ളി നിൽക്കുന്നത്, വലുത് ഇൻറ്റു തള്ളി നിൽക്കുന്നത്. ശരിക്കും ഇതിൻ്റെ കോൺസെപ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എങ്കിൽ എന്താ സംഭവം ചോദിച്ചാൽ, ഈ AP ഇൻറ്റു പിന്നെ പുറത്തേക്ക് ഔട്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത് BP. ഞാൻ ആ ഇക്വേഷൻ എഴുതി തരാം. ആ AP ഇൻറ്റു പുറത്തേക്ക് AP ഇൻറ്റു ആ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത് BP ദാറ്റ് ഈസ് ഈക്വൽ ടു, അതുപോലെ താഴത്തോട്ട് കൊടുത്തേടാ, വലുത് ഇൻറ്റു തള്ളി നിൽക്കുന്നത്. അപ്പം എന്താ വരിക, PC ഇൻറ്റു PD. ഇങ്ങനെയാണ് വരിക. ഈ ഒരു ഇക്വേഷൻ എല്ലാവരും ഒന്ന് പഠിച്ച്, AP ഇൻറ്റു BP ഈക്വൽ ടു CP ഇൻറ്റു അല്ലെങ്കിൽ PC ഇൻറ്റു PD എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനാണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇതിത്തെ ചോദ്യം ചെയ്യാം. ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, എന്ത് ചോദ്യം തന്നാലും അല്ലെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം, ഈ ചോദ്യത്തിലെ ചിത്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അടയാളപ്പെടുത്തണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്ക്, പുറത്തേക്ക് നീട്ടി Pയിൽ കൂട്ടിമുട്ടുന്നു. AB 8 ആണ്. അപ്പോൾ AB എന്ന് പറയുന്നത് ഇതാണല്ലോ, ഇത് 8 ആണ്. പിന്നെ PD എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. അപ്പോൾ PD, അപ്പം ഇങ്ങനെ നിങ്ങളിങ്ങനെ ചിത്രത്തിൽ ഇങ്ങനെ അടയാളപ്പെടുത്താം. ഓക്കെ, PA എത്രയാണ്, 12 അല്ലേ, PA 12. അപ്പോൾ ഇതാണ് 12 കേട്ടോ, ഇതാണ് 12. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ മിക്കവാറും വലുതുന്ന സാധനം ആയിരിക്കും. ഈ PB ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ PB ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PB. എടാ സിമ്പിൾ അല്ലേ. ഈ PB കാണാൻ വേണ്ടിയിട്ട് നോക്ക്, ഇത് മുഴുവൻ 12 ആണ് കണ്ടോ. ഇത് മുഴുവൻ 12 ആണ്. ഈ ചെറിയ കഷ്ണമാണെങ്കിൽ 8 ആണ്. ആ മുഴുവൻ 12ൽ നിന്ന് ആ ചെറിയ കഷ്ണം അങ്ങോട്ട് കുറച്ചാൽ മതി. അപ്പം നമുക്ക് കിട്ടും PB ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ PB കിട്ടണമെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടടാ, പറ. ആ 12ന്ന് 8 കുറച്ചാൽ മതി. 12ന്ന് 8 കുറച്ചാൽ എത്രയാ, 4 സെൻറ്റിമീറ്റർ ആയിരിക്കും കേട്ടോ. ഇത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ PB ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ആണ്.
PB 4 സെന്റിമീറ്റർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ? ഇനി നമുക്കിതാ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇതാ AP × PB = PC × PD. ആ PC × PD ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. കുഞ്ഞോനെ ആ PC × PD ഒന്ന് കണ്ടുപിടിച്ച് നോക്ക്. PC × PD ഒന്നും ചെയ്യണ്ട, നമ്പർ ഒന്നും കൊടുക്കണ്ട, ഇതിന് മാത്രം നമ്പർ കൊടുത്തിട്ടുണ്ട് വെച്ചാൽ മതി. ഞാൻ ആ ഇക്വേഷൻ ഒന്ന് എഴുതി തരാം. എന്താണ് ഇക്വേഷൻ? AP, ഇത് ബി ചോദ്യത്തിൻ്റെ ഉത്തരമാണേ. AP × BP that is equal to BP that is equal to PC × PD. ഓക്കെ, ഈ PC × PD ഉണ്ടോ രണ്ടാമത് കാണിക്കുന്ന അത് നിങ്ങളൊന്നും ചെയ്യണ്ട. APക്ക് പകരം BPക്ക് പകരം നമ്പർ കൊടുക്കുക. AP 12 ആണ്, BP 4 ആണ്. AP 12 കൊടുക്ക്, APക്ക് പകരം 12 × BPക്ക് പകരം 4 ദാറ്റ് ഇസ് ഈക്വൽ ടു PC × PD. അതാ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 12 ഉം 4 എത്രയാണോ? 48. ദാറ്റ് ഈസ് ഈക്വൽ ടു PC × PD. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. PC × PD എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് PC × PD ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാടാ? 48 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PC. ഇനി PC കാണാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ PD ഓൾറെഡി തന്നിട്ടുണ്ട്, നമ്മൾ ഉപയോഗിക്കാണ്ടവിടെ വെച്ചിക്കുക അല്ലേ? PD 3 ആണ്. അപ്പോൾ PDക്ക് പകരം നമ്മൾ 3 കൊടുക്കാം. അപ്പം തന്നെ നമുക്ക് കിട്ടും. ഇതിൽ തന്നെ കൊടുത്താൽ മതി കേട്ടോ. നോക്ക്, 48 = PC × PD. നമുക്ക് ഇവിടെ കിട്ടിക്കണല്ലേ, ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. PD 3 ആണ് എന്ന് തന്നിട്ടുണ്ടായിരുന്നു. ആ 3 ഇട്ടു. നീ ഡിവൈഡർ ഇൻറ്റു 3 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവൈഡർ ബൈ ആവും. ദാറ്റ് ഈസ് PC = 48/3 വരും. PC = എത്രടാ? 48 3 16 സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ PC വരിക. അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഇക്വേഷനുകൾ പഠിച്ചൊക്കെ വലുതിൻ്റെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, തള്ളി നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. വലുതിൻ്റെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, തള്ളി നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ആ ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നമ്മുടെ ഉത്തരം ഒരേ പൊളി സെറ്റ്. അങ്ങനെയാണെങ്കിൽ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യനോടെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യനോടെ സാർ തരാവേ. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഈ ചോദ്യം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എത്ര വട്ടാ ചോദിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നല്ല, നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഇത് ചോദിക്കും. ഞാൻ പറയട്ടെ, ഇത് മറ്റൊരു ഇക്വേഷനിലേക്ക് വരികയാണ് അല്ലേ? ഇതുപോലത്തെ ഒരു സാധനം കൂടെ നമുക്ക് പഠിച്ചു നോക്കാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇത് ചോദിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഞാൻ വെറുപ്പിക്കുന്നതാണ്. എങ്കിലും ഞാൻ പറയാം, ഇങ്ങനെ ആയിരിക്കും സർക്കിൾ വരാം. സർക്കിൾ വരില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ വരും. ഇതാണ് ചിത്രം. ഇങ്ങനെ ഒരു ചിത്രം, അതായത് ഒരു കോഡ് തന്നിട്ട് ആ സെന്ററിൽ നിന്ന് കോഡിലേക്കുള്ള ഡിസ്റ്റൻസും തരും. ഇത് D ആണ് കേട്ടോ. അതായത് സെന്ററിൽ നിന്ന് ഇവിടേക്കുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്റ്റൻസ് D എന്നുള്ള പേരിൽ വിളിക്കാം. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. ആദ്യം ഈ ചിത്രം ഒന്ന് മനസ്സിലാക്കിക്കുക. എന്താ ചിത്രം? നോക്ക്, ഇനി സർക്കിൾ, ഒരു കോഡ് ഉണ്ട് AB. ആ കോഡിലേക്ക് സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഉണ്ട് OP, അതാണ് D എന്ന പേരിൽ നമ്മൾ വിടാം. അങ്ങനെ ഈ ഒരു ചിത്രമാണ് ചോദ്യ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ചിത്രത്തിന്റെ ഉത്തരം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇക്വേഷൻ ഒന്ന് എഴുതുക. ഇക്വേഷൻ എങ്ങനെ എഴുതാ? ഈ കണ്ടങ്ങൾ എടുക്കാം കേട്ടോ. അതായത് AP ഒരു കണ്ടല്ലേ, ചെറിയ കണ്ടം AP. ബാക്കിയുള്ള കണ്ടം എന്താ? PB. അപ്പം AP × PB ദാറ്റ് ഈസ് ഈക്വൽ ടു R² - D² ആണ്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ഇക്വേഷൻ പഠിച്ചു വെച്ചോണ്ട് കേട്ടോ. AP × PB ദാറ്റ് ഈസ് ഈക്വൽ ടു R² - D² ആണ്. യെസ്, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിക്കുക. AP × PB ദാറ്റ് ഈസ് ഈക്വൽ ടു R² - D² ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ AP യും PB ഇവിടെ തന്നിട്ടുണ്ട്. എത്രടാ? AP എന്ന് പറയുന്ന സാധനം ഇവിടെ തന്നിട്ടുണ്ടോ? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയലുണ്ട് ഒരു കാര്യമോ, ഒരു ചോദ്യത്തിൽ അവർ തന്നതൊക്കെ ചിത്രത്തിൽ അടയാളപ്പെടുത്തണമെന്ന്. ഇവിടെ OP 5 ആണ്. അപ്പൊ OP എടാ, OP എന്ന് പറയുന്ന ഈ നീളം കണ്ടോ? അത് തന്നെയാണ് നമ്മൾ 5 അതാണ് നമ്മൾ D. അതാണ് D. അപ്പൊ അത് 5 കണ്ടോ? അപ്പൊ D അവിടെ കിട്ടും, 5 ആണ്. അപ്പൊ D കിട്ടി. PA 4, PB 6. PA എന്ന് പറഞ്ഞതല്ലേ, ഇത് 4 ആണ്, ഇത് 6 അല്ലടാ, ഞാൻ 6 എന്നല്ലേ വായിച്ച്. ഓക്കെ, ഏതാ ഹാങ് ആയിട്ട്, സോറി അവിടെ പോയി. ഇവിടെ ക്വസ്റ്റ്യൻ അവിടെ പോയടാ. ക്വസ്റ്റ്യൻ ഇവിടെ സോറി കണ്ടാ. PB 6 തന്നിട്ടുണ്ട് കേട്ടോ. അതും നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് എഴുതി വെക്കാം. ദിസ് ഈസ് 6, മറ്റേത് 4. ഒന്ന് 6 ഒന്ന് 4 ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് നോക്ക്. AP എത്രയാ? ഇവിടെ ഇട്ട് കൊടുക്കാം. 4 × PB എത്രയാ? 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇല്ല, അതാ കണ്ടുപിടിക്കേണ്ടത്. മെയിൻ ക്വസ്റ്റ്യൻ റേഡിയസ് എത്രയാന്നാ കേട്ടോ, ആരം എന്ത്. അപ്പോൾ 6 അതേപോലെ ഇതാ. D എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ് കേട്ടോ, 5. അപ്പോൾ D R² - D², 5². ഇപ്പോൾ 24 ഈക്വൽ ടു R² - 25 വരും.
ആ -25 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും +25 ആവും. അപ്പോൾ 24 + 25 ദാറ്റ് ഈസ് ഈക്വൽ ടു r² ആവും. അപ്പോൾ r² = 49 വരും. സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും നമ്മുടെ ഉത്തരം √49 ദാറ്റ് ഈസ് 7 cm² ആവും. ദാറ്റ്സ് ഇനഫ്. ഇത്ര പണി അതിൽ ചെയ്യാനുള്ളൂ കേട്ടോ. ഓക്കെ, r = 7 cm ആയിരിക്കും നമ്മുടെ ഉത്തരം. സെറ്റാണോ? അടിപൊളിയാണോ? ഉഷാറാണല്ലോ? യെസ്. ഓക്കെ, അടിപൊളി. അപ്പം അതും കഴിഞ്ഞു. സെറ്റ്. അപ്പോൾ ആ ഒരു ചോദ്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്. ഇത് മറ്റൊരു കോൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂലല്ലോ. ചെയ്യാം അല്ലേ? ചെയ്യാം. 3 കോൺസെപ്റ്റാണ് പഠിച്ചത്. ഫസ്റ്റ് എന്താ പഠിച്ചത്? വലുത് തള്ളി നിൽക്കുന്നത് അല്ലേ, എക്സ്റ്റെൻഡ് ചെയ്തത്. അടുത്ത് വലുത് എക്സ്റ്റെൻഡ് ചെയ്തത്, അതാ നേരത്തെ പഠിച്ചത്. ഇപ്പൊ പഠിച്ചെന്താ? ഒരു ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്നാൽ AP × PB ദാറ്റ് ഈസ് ഇക്വൽ ടു r² - d². ഉള്ളിലിനെ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച ഈ ഒരു ഏത് ഫിഗർ, ഈ ഒരു ഫിഗർ തലേൻ്റെ ആ ഉള്ളിൽ കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ കാണിച്ചാണ്. അടുത്ത കോൺസെപ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയലുണ്ട്, ഒരു ചോദ്യം കിട്ടിയാൽ ഉടനെ തന്നെ ആ ചിത്രത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇതാ കണ്ടോ, PC 8 ആണ്, PB 16 ആണ്. അപ്പം ഞാനൊന്ന് എഴുതുന്നുണ്ട് PC 8. PC എന്ന് പറഞ്ഞാൽ ഇതാണ് 8. അതുപോലെ PB 16. PB എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമാണ്, അത് 16 ആണ്. കണ്ടോ, അത് 16ഉം അത് 8ഉം കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ PA എന്ത്? PA ആണ് ചോദിച്ചത്. PA ഇതിലേതാ? ഇതാണ് PA. ഈ PA കിട്ടണമെങ്കിൽ ഞങ്ങൾ കാര്യം പറയട്ടെ. മറ്റൊരു സമവാക്യമുണ്ട്, മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. അത് സെയിം സാധനം തന്നെ. നേരത്തെ സെയിം സാധനം പറഞ്ഞാൽ സെയിം മോഡലാണ്. അതായത് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ച ക്വസ്റ്റ്യൻ ഏതായിരുന്നു ഓർമ്മ ഉണ്ടോ? വലുത് തള്ളി നിൽക്കുന്നത്, വലുത് തള്ളി നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു ഓർഡറിലല്ലേ നമ്മൾ പഠിച്ചത്. അപ്പം ഇതെങ്ങനെയാ ഇതാ? വലുത് ഏതാടാ വലുത്? PB ഇൻറ്റു പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് AP അല്ലെങ്കിൽ PAയും പറയാം, രണ്ടും പറയാം കേട്ടോ. PB അല്ലെങ്കിൽ BP എങ്ങനെയും പറയാം. നമുക്ക് PB പിന്നെ തള്ളി നിൽക്കുന്നത് PA എന്ന് എഴുതാം അല്ലേ. PA ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ തള്ളി നിൽക്കുന്നതും ഒന്നുമല്ല, ഇതൊരു ടാൻജന്റ് ആണ്, തൊടുവര. അങ്ങനെ സർക്കിൾ മേലെ തൊട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഇത് PC അല്ലടാ, അപ്പം PC-ൻ്റെ സ്ക്വയർ ആണ്. ഇത് പഠിച്ചു വെച്ചോണ്ടി കേട്ടോ. ഓക്കെ, വലുത് PB, തള്ളി നിൽക്കുന്നത് PA ദാറ്റ് ഈസ് ഈക്വൽ ടു PC². ഒന്ന് ഇട്ട് നോക്കാം അല്ലേ. PB എത്രയാ? 16 ആണ്. 16 ഇൻറ്റു PA എത്ര? P അല്ല, അത് കണ്ടുപിടിക്കണം അല്ലേ. ഈക്വൽ ടു PC എത്രയാ? 8 സ്ക്വയർ. അപ്പോൾ 16 ഇൻറ്റു PA ദാറ്റ് ഈസ് ഈക്വൽ ടു 64 ആണ്. ഈ 16 ഇവിടേക്ക് പോയാൽ നമ്മുടെ ഉത്തരം 64 ഡിവൈഡഡ് ബൈ 16 വരും. 4 സെൻറ്റിമീറ്റർ അല്ലേ വരിക? 4. ഓക്കെ, PA 4 കിട്ടി. ഓ അടിപൊളി. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB. ആ ഒരു ചോദ്യാടോ. AB എന്ന് പറയുന്ന ഈ കുഞ്ഞി കഷ്ണം കിട്ടണം കുഞ്ഞോനെ. നോക്ക്, ഈ കുഞ്ഞി ഇതാണ് AB. ഇവിടെ മുതൽ ഇവിടെ വരെ ആ സർക്കിളിന്റെ കോഡ്. എടാ സിമ്പിൾ അല്ലടാ. ഇത് മൊത്തം 16. ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന PA 4 ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഉള്ളിലുള്ള കാണണമെങ്കിൽ ഈ മൊത്തം 16 ഈ 4 പോയാൽ പോരെ. 16 - 4 വരും. അപ്പം PB ദാറ്റ് ഈസ് ഈക്വൽ ടു 16 - 4 12 സെൻറ്റിമീറ്റർ. നമ്മുടെ ഉത്തരം ഒരേ പൊളി. സെറ്റ്. റെഡിയാണോ? അതും കിട്ടി. അപ്പം A ചോദ്യം ഇവിടെ കിട്ടി, B ചോദ്യം ഇവിടെ കിട്ടി, C ചോദ്യം എന്താ ഒന്നുകൂടി ഉണ്ടല്ലേ. PC വശമായി സമചതുരം വരച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്രയാണ്? എടാ സിമ്പിൾ ക്വസ്റ്റ്യൻ. എടാ PC എന്ന് പറയുന്ന സൈഡ് എത്രയാ? 8 അല്ലേ. ഇത് 8 ആണോ? ഇതൊരു സൈഡാക്കി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ എന്ത്? സമചതുരത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ 8 ആണ് വശത്തിൻ്റെ സ്ക്വയർ അല്ലേ പരപ്പളവ്. എടാ സമചതുരത്തിൻ്റെ പരപ്പളവ് എങ്ങനെ കാണാം? ഏതാണോ വശം അതിൻ്റെ സ്ക്വയർ എടുക്കാം. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 8 ആണോ സൈഡെങ്കിൽ 8ൻ്റെ സ്ക്വയർ 64. അപ്പോൾ 64 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക, ഉഷാറായിട്ട് ഡിസ്കസ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യണം? ആ ചോദ്യവും കഴിഞ്ഞിട്ടുണ്ട്, എക്സാമൊക്കെ കഴിഞ്ഞ് സാറോട് നേരിട്ട് പറയാം, അല്ലെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് ചെയ്തിട്ട് വിടുക ചെയ്യുക. എന്നെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും, അപ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് പറയാം. ഇറ്റ്സ് മീ VGR, വൈശാഖ് JR എന്നാണ് പേര്. ഇതാണ്
ID. അപ്പോൾ ഇതിലൂടെ വേണമെങ്കിൽ നേരിട്ട് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ താഴെ കമൻറ്റ് സെക്ഷനിലും അറിയിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്ന്. അറിയിക്കാതെ നിൽക്കരുത്, കാര്യം അത്രയും എഫേർട്ട് എടുത്ത് കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്ത ആ ഒരു സമയത്ത് സൈലത്തിൽ 8ാം ക്ലാസ്സിലാകുന്ന സമയത്താണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. അത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു ബാച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ SLC പാസ്സായി പോകുമ്പം എന്നോട് കൂടെ പറയുക, അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ വിഷ് യു ആൾ ദ ബെസ്റ്റ്. എല്ലാവിധ ആശംസകളും താഴെ ഫീഡ്ബാക്ക് ആയിട്ട് താഴെ ഇടണം. ഇനിയും ഒരുപാട് ക്ലാസ് സാറ് ഇടണമെങ്കിൽ അടിപൊളിയായിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് ഇടണം. ഞാൻ എൻ്റെ ഇതിലൂടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് റീപ്ലൈ തരാം കേട്ടോ. ഇതിലൂടെ റീപ്ലൈ തരാൻ മാക്സിമം നോക്കാം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ VGR ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.